നിയോഗത്താലി ഭാഗം 21. ആ താലിയോടെ അഴിച്ചു വെച്ചിട്ട് മടങ്ങിപ്പോകാം നിനക്ക് എന്നേക്കുമായി. മുൻപിലുള്ള ടേബിളിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിവർന്നിരുന്നവൻ. അതുവരെ തല കുമ്പിട്ടുകൊണ്ട് കരഞ്ഞിരുന്നവൾ ഞെട്ടിത്തരിച്ചുകൊണ്ട് മനുവിനെ നോക്കി. കിരണും ആകെ സ്തംഭിച്ചുപോയി. ഇങ്ങനെയൊരു തീരുമാനം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എൻ്റെ സച്ചു എന്നും പറഞ്ഞ് ഇന്നലെ രാത്രി മുതൽ നിലവിളിച്ചവൻ തന്നെയാണോ ഇതെന്ന് കിരണിന് തോന്നി. അവളെ കാണാൻ, അവളോട് സംസാരിക്കാൻ പരക്കം പാഞ്ഞവൻ ഇപ്പോൾ അവളെ വേണ്ടെന്ന് കിരണിനാകെ തലപുകയും പോലെ തോന്നി. ഡാ, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? എല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതിന് പകരം പിരിയാമെന്ന്. നിനക്കൊന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഒരു പ്രോബ്ലം തീർന്നില്ല, അതിനു മുൻപ് അടുത്തത്. ഒന്ന് പറഞ്ഞ് തീർക്കടാ ഡാഷേ. അവസാനം കിടന്നു പോകുമ്പോൾ കൂടെ നിൽക്കാൻ എന്നെ നോക്കണ്ട. കിരൺ പല്ലു കടിച്ചു. കിരണിൻ്റെ വിറപ്പിക്കലിൽ മനു അവനെ തിരിഞ്ഞു കണ്ണുരുട്ടി. ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഇവളോടാണ് പറഞ്ഞത്. ഡി, വെക്കടി എൻ്റെ താലി ഇവിടെ. മനു അലറി. അതുവരെ മുഖം കുനിച്ചിരുന്ന് കരഞ്ഞവൾ തലയുയർത്തി നോക്കി. ഇപ്പോൾ ആ കണ്ണുകളിൽ സങ്കടമല്ല, ദേഷ്യമാണ് മുന്നിട്ട് നിന്നത്. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? പറഞ്ഞത് ചെയ്തിട്ട് നിന്റെ പെട്ടിയും പ്രമാണവും എടുത്ത് പോകാൻ നോക്ക്. മനു അവളെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേടാ. ഇത് എൻ്റെ കഴുത്തിൽ നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ കിടക്കും. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് നീ എനിക്കിട്ടൊന്ന് പൊട്ടിച്ചു, അത് അവിടെ തീർന്നു. ഇനി ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞ് എൻ്റെ മുൻപിൽ വന്നാൽ. ചാടി എഴുന്നേറ്റ് വിരൽ ചൂണ്ടി വിറപ്പിച്ചുകൊണ്ട് പറയുന്ന സച്ചുവിനെ അവൻ ഞെട്ടി നോക്കി. ലാസ്റ്റ് നാവ് മടക്കി കൈവിരൽ കൊണ്ട് കഴുത്തിൽ കുറുകെ വരച്ച് ഭീഷണിപ്പെടുത്തിയ അവളെ തുറിച്ചു നോക്കി നിന്നുപോയി മനു. അതും പറഞ്ഞ് ഒന്നുകൂടെ കണ്ണുരുട്ടി മനുവിനെ നോക്കി അവളുടെ ബാഗുമെടുത്ത് ചവിട്ടിക്കുലുക്കി റൂമിലേക്ക് പോയി സച്ചു. ഏറ്റില്ലല്ലേ അളിയ? സച്ചുവിൻ്റെ പ്രവൃത്തിയിൽ തരിച്ചു നിൽക്കുന്ന മനുവിൻ്റെ പുറത്ത് കിരൺ തട്ടി. വിചാരിച്ച പോലെ നടന്നില്ല. വളിച്ച ചിരിയോടെ കിരണിനെ നോക്കി. നിന്റെ ഉടായിപ്പും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എന്നാലും എന്തിനായിരുന്നു മോനെ ഈ എടുത്താ പൊങ്ങാതെ ഡയലോഗ് അടിച്ചത്? കിരൺ മനുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്ന് പേടിപ്പിച്ചാൽ എന്നോടുള്ള പ്രണയം തുറന്നു പറയുമെന്ന് കരുതി. പ്രണയം പറഞ്ഞല്ലോ, അപ്പോൾ അത് മാത്രമല്ല, സംതിങ് ഫിഷ്. പറഞ്ഞോ മോനെ അബിക്കുട്ട, എന്താണ് കാര്യം? കിരൺ ചൂഴ്ന്നു നോക്കി അവനെ. മനസ്സിലായല്ലേ? എത്രയാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നേ. ഞാനൊരു ഭർത്താവല്ലേ, എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ. വെറുതെ ഇങ്ങനെ മണപ്പിച്ച് നടക്കാമെന്നല്ലാതെ അവൾ അടുപ്പിക്കുന്നില്ലടാ എന്നെ. ഒന്ന് പേടിപ്പിച്ചാൽ എല്ലാം സമ്മതിക്കുമെന്ന് കരുതി ഒരവസരം കിട്ടിയപ്പോൾ വയറ്റി നോക്കിയതാ. ഏറ്റില്ല. ഒരു വളിച്ച ചിരി ചിരിച്ചു മനു. എന്നിട്ടിപ്പോൾ എന്തായി? നീ കുത്തിയ കുഴിയിൽ നീ തന്നെ വീണു. നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്തേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എന്തായാലും നീ വിരിച്ച ഇല അങ്ങ് മടക്കിക്കോ. അടുത്ത കാലത്തൊന്നും അവളിൽ നിന്നൊന്നും കിട്ടൂല മോനെ. കളിയാക്കുന്ന ഭാവത്തിൽ കിരൺ അവനെ നോക്കി. എൻ്റെ വിധി, ഹാൻഡ് വർക്ക് തന്നെ ശരണം. നിരാശയോടെ ശ്വാസമൊന്ന് വിട്ട് സോഫയിലേക്ക് ചാഞ്ഞു മനു. ഇഞ്ചി കടിച്ച പോലുള്ള അവൻ്റെ മുഖഭാവം കണ്ട് കിരണിന് ചിരി പൊട്ടി. കിരണിൻ്റെ വളിച്ച ചിരി കണ്ട് നിരാശയോടെ ഇരുന്ന മനു അടുത്തിരുന്ന പില്ലോ എടുത്തെറിഞ്ഞു. അത് ക്യാച്ച് ചെയ്ത് അതും കെട്ടിപ്പിടിച്ചായി. പിന്നെ അവൻ്റെ പൊട്ടിച്ചിരി, അല്ലല്ല, കിരണിൻ്റെ നല്ല അസല കൊലച്ചിരി. റൂമിലേക്ക് പോയ സച്ചു ഫ്രഷായി തിരിച്ചു വരാൻ അരമണിക്കൂറോളം എടുത്തു. ബെഡ്റൂം ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ കണ്ടിരുന്നു സോഫയിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ചുണ്ടനെയും ചിണ്ടനെയും. ശബ്ദം കേട്ട് അവളെ നോക്കിയവരെ നല്ലോണം ഒന്ന് പുച്ഛിച്ച് കിച്ചണിലേക്ക് പോയി അവൾ. കിച്ചണിലെത്തിയതും മനു കാണാതെ ദീർഘശ്വാസമെടുത്തു. അതുവരെ കാണിച്ച കൃത്രിമ ധൈര്യം ചോർന്നു പോയിരുന്നു.
നേരത്തെ മനു പറഞ്ഞത് ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറക്കുന്നുണ്ട് അവളുടെ. ആ സമയം കരഞ്ഞു നിലവിളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ആളപ്പോഴേ ചവിട്ടി പുറത്താക്കിയേനെ. അമ്മാതിരി പെരുമാറ്റമല്ലേ 2 ദിവസമായി ആളോട് കാണിച്ചത്. ഗൗരവം വിടാതെ പെരുമാറിയാൽ പിടിച്ചു നിൽക്കാമെന്ന തോന്നലിൽ കൈവിട്ടുപോയ ഗൗരവം വീണ്ടും എടുത്തണിഞ്ഞു. കോഫി ഉണ്ടാക്കി 3 മഗ്ഗിലൊഴിച്ച് പ്ലേറ്റിൽ സ്നാക്സും എടുത്ത് ട്രേയിൽ എടുത്ത് ഹാളിലേക്ക് നടന്നവൾ കുലങ്കശമായ ചിന്തയിലിരുന്നവരുടെ മുൻപിലെ ടേബിളിലേക്ക് ട്രേ വെച്ച് കിരണിനെയും മനുവിൻ്റെയും അടുത്തേക്ക് തട്ടി കിരണിൻ്റെ അടുത്തിരുന്ന് റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്ത് കോഫി സിപ്പ് ചെയ്തു സച്ചു. കിരണിൻ്റെ അടുത്തിരിക്കുന്നവളെ ഇടം കണ്ണാൽ നോക്കുമ്പോൾ അവിടെ ഇതുവരെ TV കാണാത്തപ്പോൾ അതിൽ പെറ്റു കിടക്കുന്നവളെ കണ്ട് മനു പല്ല് കടിച്ചു. ഒരു കൂസലുമില്ലാതുള്ള ഇരിപ്പ് നോക്ക് നീ. ഇതിപ്പോൾ അവളോട് നമ്മൾ തെറ്റ് ചെയ്ത പോലത്തെ ഭാവമാണ്. ഇതിനെയാണല്ലോ ദേവി ഞാൻ നിഷ്കളങ്ക എന്ന് അന്നൊക്കെ പറഞ്ഞത്. എല്ലാ കള്ളത്തരവും അരച്ച് കലക്കി കുടിച്ചവളാണിവൾ. പരമദുഷ്ട. കിരണിൻ്റെ ചെവിയിൽ മുറുമുറുത്തുകൊണ്ട് പല്ല് ഞെരിച്ചു മനു. നിനക്ക് പല്ലിന് ഞെരിച്ചിലുണ്ടെങ്കിലേ ആ കടിച്ചാൽ പൊട്ടാത്ത സ്നാക്സ് എടുത്ത് അങ്ങ് പൊട്ടിക്കും. അല്പം ആശ്വാസം കിട്ടും നിനക്കും എൻ്റെ ചെവിക്കും. കിരണിൻ്റെ ഊള കോമഡി കേട്ട് കണ്ണുരുട്ടി മനു. നീ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു പരമമായ സത്യം പറയട്ടെ നിന്നോട്. ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുവരെ കിരണിനെ നോക്കി പീഡിപ്പിച്ചു കൊണ്ടിരുന്ന മനുവിൻ്റെ ഭാവം സങ്കടത്തിലേക്ക് വഴിമാറി. നീ പറഞ്ഞ പോലെ ഇപ്പം എനിക്കും തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലം വിദൂരമാണെന്ന്. ഒരു വഴിക്ക് നിന്ന് അടുപ്പിക്കാൻ നോക്കുമ്പോൾ മറുവഴിക്ക് അകലും. സ്നേഹിക്കപ്പെടാൻ എനിക്ക് യോഗമില്ലടാ. എൻ്റെ ഈ നെഞ്ചിലാടാ അവളെ ഞാൻ കൊണ്ടു നടന്നത്. അവളെപ്പോലെ ഈ ലോകത്ത് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നിട്ടും അവൾക്ക് എന്നെ വിശ്വാസമില്ല. ഇപ്പോഴും ഭർത്താവായി പോലും എന്നെ കാണാൻ സാധിച്ചിട്ടില്ല അവൾക്ക്. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി എത്ര നാളായിട അവളുടെ പുറകെ. നായിയെപ്പോലെ അലയുമ്പോഴും ഒരിക്കൽ പോലും അവൾക്ക് എന്നെ സ്നേഹിക്കാൻ തോന്നാത്തത് എന്താടാ? അത്രയ്ക്ക് മോശമാണോടാ ഞാൻ? ഒരിറ്റ സ്നേഹം പോലും നൽകാനാവാത്ത വിധം എന്നും ഇങ്ങനെ നീറി കഴിയാനാകും എൻ്റെ വിധി. ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കോഫി എടുത്ത് ബാൽക്കണിയിലേക്ക് നടക്കുന്നവനെ വിഷമത്തോടെ നോക്കി കിരൺ. അതുവരെ ഗൗരവത്തോടെ TV-യിലേക്ക് കണ്ണും നട്ടിരുന്നവളുടെ കണ്ണുകളും നിറഞ്ഞു. കിരൺ അത് കണ്ടു. അവൻ സച്ചുവിനഭിമുഖമായി തിരിഞ്ഞിരുന്നു. കണ്ണ് നിറച്ചുകൊണ്ട് TV-യിൽ തന്നെ നോക്കുന്നവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി ഓഫ് ചെയ്തവൻ. സച്ചു, നിങ്ങൾക്കിടയിൽ പറയാൻ ഞാൻ ആളല്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഫ്രണ്ട് എന്ന നിലയിലും നിൻ്റെ സഹോദരൻ എന്ന നിലയിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതുമൊക്കെ നിൻ്റെ ഇഷ്ടം. തല താഴ്ത്തിയിരിക്കുവാണേലും സച്ചു ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കിരണിന് തോന്നി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് സച്ചുവിന് അറിയാലോ അല്ലേ? ആ സമയത്ത് ഒന്നും ഉൾക്കൊള്ളാൻ അബിക്ക് പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് അന്ന് അവൻ പിരിയാമെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അവൻ്റെ ഉള്ളിൽ നീ പറിച്ചു മാറ്റാനാവാത്ത വിധം നിറഞ്ഞു. നിന്നെ മാത്രം സ്വപ്നം കണ്ടു തുടങ്ങി. അവൻ്റെ ജീവൻ്റെ പാതിയായി അവൻ ഒരുവളെ മാത്രമേ കണ്ടുള്ളൂ. അത് നീയാണ് സച്ചു. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കുറപ്പാണ് അവൻ്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം ആ കണ്ണുകളിൽ നീ കണ്ടിട്ടുണ്ടെന്ന്. തിരിച്ച് നീയും പ്രണയിച്ചു തുടങ്ങിയിരുന്നു. അവൻ സ്റ്റുഡൻ്റാണെന്നറിഞ്ഞപ്പോൾ മറക്കാൻ നീ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ നീ അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. തിരിച്ചവനും. പിന്നെ എപ്പോഴാണ് അതിൽ വിള്ളൽ വീണത്? മൈഥിലി വന്നപ്പോഴോ? പറ സച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളോ നിനക്കുള്ളിലുള്ള പ്രണയം, അവനോടുള്ള വിശ്വാസം? കിരണിൻ്റെ വാക്കുകളിൽ സച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അല്ല, അങ്ങനെയല്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ, സങ്കടം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയി. പറയുമ്പോൾ സങ്കടത്താൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്ങനെയൊക്കെ പെരുമാറിപ്പോയി എന്നാ സച്ചു നീ പറയുന്നേ?
ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം ഇത്രയും വലുതാക്കിയ നീയല്ലേ? ശരിയാണ്, പെട്ടെന്നൊരു കുട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ വേദനയുണ്ടാകും, ദേഷ്യവും ഉണ്ടാകും. അതിനിങ്ങനെയാണോ പെരുമാറേണ്ടത്? സത്യാവസ്ഥ ഒന്ന് കേൾക്കാനെങ്കിലും നീ നിന്ന് കൊടുത്തിട്ടുണ്ടോ? അവൻ നിന്റെ പുറകെ നടന്ന ഓരോ നിമിഷവും നീ അവനെ അവഗണിച്ചു. നെഞ്ചു നീറി കരയുന്ന അവനെ നീ കണ്ടില്ല. അവസാനം നീ എന്താ ചെയ്തേ? എങ്ങോട്ടാണെന്ന് ഒരു വാക്ക് പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ നിമിഷം അവൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് നിനക്കറിയാമോ സച്ചു? എൻ്റെ സച്ചു എന്ന് നിലവിളിച്ച് ബോധമില്ലാതെ ബാറിന് മുന്നിലും കിടന്നുരുളുന്ന അബിയെ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ കണ്ടിരുന്നു അവൻ്റെ വേദന. നീ എവിടെയാണെന്നറിയാതെ നിന്നെ കണ്ടെത്താനായി അവൻ താണ്ടിയ ദൂരം എത്രയാണെന്നെങ്കിലും അറിയാമോ? വീട്ടിൽ വിളിച്ചു നോക്കിയാൽ അറിയാം നിനക്ക്. അവസാനം അവിടെയും നീ ഇല്ലെന്നറിഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിക്കാണും എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടണ വേദനയോടെ ഓരോ തവണയും നിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഉള്ള അവൻ്റെ വിറയൽ ഞാൻ കണ്ടതാണ്. നിന്റെ മെസ്സേജ് വരും വരെ അവൻ അനുഭവിച്ച സംഘർഷം, വേദന ഒന്നും തന്നെ വാക്കുകളാൽ പറഞ്ഞു വിവരിക്കാനാവില്ല സച്ചു. നീ അവനെ കളിപ്പിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ഇന്നും നിന്റെ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിനായി കൊതിക്കുന്ന അവനെ കാണുമ്പോൾ ശരിക്കും പുച്ഛം തോന്നുന്നു. അവൻ്റെ സ്നേഹം നീ ഡിസേർവ് ചെയ്യുന്നില്ല സച്ചു, നീ ഡിസേർവ് ചെയ്യുന്നില്ല. പിന്നെ നീ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച മൈഥിലിയുടെ പേരിലല്ലേ? അവളും അബിയും തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ് അതിൽ അബി സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് നിനക്ക് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം. ഇനി മൈഥിലി, അവൾ സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയോ? ഈ എന്നെ, കിരൺ എന്ന എന്നെയാണ് അവൾ സ്നേഹിക്കുന്നത്. അന്ന് അബിയുടെ ഫോൺ എൻ്റെ ബാഗിലായിരുന്നു. എൻ്റെ ഫോണാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൾ അന്ന് നിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതും അങ്ങനെയൊക്കെ സംസാരിച്ചതും. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കാതെ നീ എത്ര ദിവസമായി അവനെ ക്രൂശിക്കാൻ തുടങ്ങിയിട്ടിട്ട്? നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റിനെ നീ എത്രത്തോളം ശിക്ഷിച്ചവനെ? ഇനി അവനെ അങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സച്ചു നിന്നെ. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കിരൺ എഴുന്നേറ്റ് പോയി. കിരണിൻ്റെ ഓരോ വാക്കുകളും ഏൽപ്പിച്ച മുറിവിൽ അതിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന വേദനയിൽ പിടഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവസാനം കണ്ണുനീരിൽ കുതിർന്ന മിഴികൾ ബാൽക്കണിയിലേക്ക് നീണ്ടു. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ കണ്ടു റെയിലിങ്ങിൽ ചാരി പുറത്തേക്ക് നോക്കിക്കൊണ്ട് കോഫി കൊടുക്കുന്ന മനുവിനെ. അവനെ കാണും തോറും അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. കിരൺ പറഞ്ഞ ഓരോ വാക്കുകളും ഉള്ളിൽ 1000 മുള്ളുകൾ കൊള്ളുന്നത് പോലെ. ഇതിലും വേദന മനു അനുഭവിച്ചിട്ടുണ്ടാകും. എൻ്റെ വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിൽ എല്ലാം അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ വന്ന നാൾ മുതൽ അവൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എന്നും കൂടെ നിന്നു. ഓരോ നിമിഷവും സ്നേഹം പകർന്നു നൽകി. കുറുമ്പുകൾക്ക് കൂട്ടുനിന്നു. കൂടുതൽ ചേർത്ത് നിർത്തി. പക്ഷെ ഞാനോ ഓരോ കുഞ്ഞു കാര്യങ്ങളെയും ഊതിപ്പെരുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ പിണക്കമില്ലെങ്കിലും പലപ്പോഴും അവനെ കളിപ്പിക്കാനായി വേണ്ടി മാത്രം പിണങ്ങി നടന്നു. എന്നിട്ടുമെല്ലാം അവൻ ക്ഷമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഞാൻ കൂടുതൽ വാശിക്കാരിയായത്? അതാണോ പോകുമ്പോൾ ഒരു വാക്ക് പോലും അവനോട് പറയണമെന്ന് തോന്നാതിരുന്നത്? എന്നെ കാണാതെ അവൻ വേദനിക്കുമെന്നറിഞ്ഞിട്ടും ഇങ്ങനെ വേദനിപ്പിച്ചത്. ഓഹ് എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും ക്രൂരയാണോ? ഒരു മനുഷ്യൻ്റെ വേദനയിൽ സന്തോഷിക്കുന്ന ഹൃദയമാണോ എനിക്ക്? എന്തൊരു പാപിയാണ് ഞാൻ. നിശബ്ദമായി ഉള്ളു പൊട്ടിക്കരഞ്ഞവൾ. ഇരു കൈകളാൽ മുഖം പൊത്തി കരയുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അവളുടെ വേദനയുടെ കാഠിന്യമെന്നോണം ഉടലാകെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അതൊന്നും അറിയാതെ പുറത്തേക്ക് കണ്ണും നട്ട് നിൽക്കുവാണ് മനു. സങ്കടം അല്പം ഒന്നടങ്ങിയപ്പോൾ അവൾ മുൻപോട്ട് നടന്നു. എന്നാലും കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. പുറകിലൂടെ കെട്ടിപ്പിടിച്ച് മനുവിൻ്റെ പുറത്ത് മുഖം അമർത്തി അവൾ. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്ന അവൻ പുറകിൽ അമർന്ന ഭാരത്തിൽ ഒന്ന് വിറച്ചു. പഞ്ഞിക്കെട്ട് പോലെ എന്തോ ഒന്ന് അവനെ പൊതിഞ്ഞ പോലെ തോന്നി. ആളെ മനസ്സിലായെങ്കിലും ഒന്നും മിണ്ടിയില്ല. നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ അറിഞ്ഞു അവൻ്റെ പുറമേനി അവളുടെ കണ്ണുനീരിനാൽ കുതിരുന്നത്. അവനെ പുണർന്നിരുന്ന കൈകൾക്ക് മുറുക്കം കൂടി വന്നു. മനുവിലും വേദന ഉടലെടുത്തു.
ഒന്നും മിണ്ടാതെ ആ കയ്യിൽ പിടിച്ചു വലിച്ച് തനിക്കു മുൻപിലേക്ക് നിർത്തിയ അവളെ റെയിലിംഗിൽ ചേർത്ത് നിർത്തി ഇരുകൈകൾക്കുള്ളിൽ ബന്ധിച്ചു. അപ്പോഴും സച്ചു മുഖമുയർത്താതെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. അവളെ ഉറ്റുനോക്കി അവനും, അവനെ നോക്കാതെ അവളും. നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ സങ്കടം ചെറുതേങ്ങൽ മാത്രമായി ഒതുങ്ങി. പതുക്കെ വിരലുകളാൽ ആ കുനിഞ്ഞ മുഖമൊന്നുയർത്തി മനു. കണ്ണുകൾ അവളിൽ ഓടി നടന്നു. പാറിപ്പറന്ന തലമുടിയും ചുവന്നു വിങ്ങിയ മുഖവും കരഞ്ഞു തളർന്ന കൺപോളകളും കണ്ണുനീർ തുള്ളികൾ പറ്റിപ്പിടിച്ച കവിളുകളും അവനിൽ നോവുണർത്തി. അപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ നേരിടാനാവാതെ ചുറ്റുമലഞ്ഞു നടന്നു. സംഘർഷവും ഭയവും സങ്കടവും ഒക്കെ ഇരു കൈകൾ ചേർത്ത് പിടിച്ചു ഞെരിച്ചു തീർക്കുന്നതിലുണ്ടായിരുന്നു സച്ചുവിൻ്റെ. പാറിപ്പറന്ന തലമുടിയെ കൈകളാൽ ഒന്നൊതുക്കി വിരലുകളാൽ അവളിൽ നിന്നുതിരുന്ന നീർമുത്തുകളെ തുടച്ചു നീക്കിയവൻ. ആ സ്പർശനത്തിൽ ഞെട്ടി കണ്ണുകൾ ഉയർത്തി സച്ചു. അതുവരെ അവനെ നോക്കാൻ ഭയന്ന മിഴികൾ മനുവിൽ തന്നെ ഉറച്ചു നിന്നു. കണ്ണുകളാൽ പരിഭവങ്ങൾ മൊഴിഞ്ഞു, ക്ഷമ ചോദിച്ചു, പ്രണയം പറഞ്ഞു. 1000 ഭാവങ്ങൾ പകർന്നാടി കണ്ണുകൾ. ആ കണ്ണുകളിൽ തെളിയുന്ന ഓരോ ഭാവങ്ങളെയും അതിൻ്റെ അതേ തീവ്രതയോടെ പകർന്നെടുത്തു അവൻ്റെ മിഴികളും. അത്രമേൽ ഇഷ്ടമായിരുന്നു അവൻ അവളെ. ഒരിക്കൽ വേണ്ടെന്ന് വെച്ചവൾ ഇന്ന് പ്രാണനേക്കാൾ പ്രിയമായി തീർന്നിരിക്കുന്നു. സച്ചുവിൻ്റെ നോട്ടവും മനുവിൽ തന്നെയാണ്. എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഇപ്പോഴും അലിവോടെ ചേർത്ത് നിർത്തി അവനെ നോക്കി മൗനമായി 1000 വട്ടം ക്ഷമ ചോദിച്ചു അവൾ. സോറി. ഇരു ശബ്ദങ്ങൾ ഒരുമിച്ച് മുഴങ്ങി. പരസ്പരം മിഴിഞ്ഞു നോക്കിപ്പോയി. പതുക്കെ അവളുടെ വലങ്കൈ അവൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞു. പാടില്ല എന്ന പോലെ തല വിലങ്ങനെയാട്ടി. ഞാനല്ലേ സോറി പറയണ്ടേ? മനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. 1000 സോറി. ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. നിറമിഴികളോടെ ക്ഷമ ചോദിച്ചവൾ. ഞാനും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ, വാക്കുകളാൽ ഒരുപാട് തവണ. ഇനി ഒരിക്കലും ഞാനും തന്നെ വേദനിപ്പിക്കില്ല കേട്ടോ. ഇടറുന്ന വാക്കുകളിൽ മനു പറഞ്ഞു തീരുമ്പോഴേക്കും പൊട്ടിക്കരച്ചിലൂടെ മനുവിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചവൾ. പരസ്പരം പുണർന്നു നിൽക്കുമ്പോൾ അവളെ സ്വാന്തനിപ്പിക്കാൻ എന്നവണ്ണം അവൻ്റെ കൈകൾ സച്ചുവിൻ്റെ പുറകിൽ പതുക്കെ തട്ടിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവനിലെ പിടിവിട്ടവൾ തലയുയർത്തി നോക്കി. എന്താണെന്ന് മൂളലിലൂടെ അവൻ ചോദിക്കുമ്പോഴേക്കും അവളുടെ അധരം അവൻ്റെ നെറ്റിയിൽ പതിച്ചിരുന്നു. ചെറു ചുംബനം നൽകി അവനിൽ നിന്ന് പിൻവാങ്ങി ആ നെഞ്ചോട് ചേർന്നു നിന്നു. ചെറുപുഞ്ചിരിയോടെ അവനും അവളെ നെഞ്ചോട് അടുക്കി പിടിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. മൈഥിലിയെക്കുറിച്ച് അറിയണ്ടേ? ഒന്നുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചവൻ. അറിഞ്ഞു. സങ്കടമായിരുന്നു ആ നിമിഷം അവളിൽ, അവനെ ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോയതിൽ. എങ്ങനെ? കിരൺ പറഞ്ഞു അവൾക്ക് അവനെയാണ് ഇഷ്ടമെന്ന്. അവസാന വാചകം പറയുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞു അവളിൽ. കണ്ടില്ലെങ്കിലും മനുവിനത് മനസ്സിലായി. അപ്പോൾ ആ പ്രശ്നം സോൾവായി. ഇനി എന്നെ വിട്ടു പോകുമോ? മൗനത്തെ ഭേദിച്ച് മനുവിൻ്റെ ചോദ്യമുയർന്നു. നെഞ്ചിൽ ചേർത്ത് വെച്ച തല വിലങ്ങനെ ആട്ടി. എന്നെ വേണ്ടാന്ന് പറയുമോ? മനുവിൽ കുറുമ്പ് നിറഞ്ഞു തുടങ്ങി. വഴക്കിടുമോ? വാ തുറന്ന് പറയടി പെണ്ണേ. നെഞ്ചിൽ തല ചേർത്ത് നിൽക്കുന്ന അവളുടെ ഇടുപ്പിൽ നുള്ളി. ഔച്ച്, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. വഴക്ക് കൂടേണ്ട വിഷയമാണ്. വഴക്കിടും. നുള്ള കിട്ടിയ വേദനയിൽ ചുണ്ടുകൂട്ടി പുച്ഛിച്ചു സച്ചു. വേദന കാരണം അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചവളെ മുറുക്കെ പുണർന്നവൻ. പിടക്കാതെ അടങ്ങി നിൽക്കടി അവിടെ. കുതിർന്നവളെ ഒന്നുകൂടെ അമുക്കി പിടിച്ചു. അവളിൽ ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറയുന്നുണ്ടായിരുന്നു അവനുള്ളിൽ. സച്ചു സച്ചു സച്ചുട്ടീ. അല്പം കൊഞ്ചൽ കലർന്ന വിളി. എന്തോ. അതേ താളത്തിൽ സച്ചുവും വിളി കേട്ടു.
എന്നെ ഇഷ്ടമാണോടി നിനക്ക്? ആ ചോദ്യത്തിന് കുറുമ്പോടെ നെഞ്ചിൽ പതുങ്ങി ചിരിച്ചവൾ. ചിരിക്കാതെ പറയടി. പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർത്തി. ഇങ്ങനെ ഞെക്കിപ്പൊട്ടിച്ച ഞാൻ പറയൂല കേട്ടോ. ഇതിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുമ്പോൾ അറിയാതെ അമർത്തിപ്പോകുന്നതല്ലേ പൊന്നെ. നീ പറ, ഇഷ്ടമാണോ എന്നെ? പ്രണയത്തോടെ നോക്കി മനു. തല ഉയർത്തി നോക്കിയില്ലെങ്കിലും അവൾക്കറിയാം ആ കണ്ണുകൾ ഇപ്പോൾ അവളിലാണെന്ന്. എൻ്റെ പ്രാണനാണ്. ചുണ്ടുകൾ മുഴിഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ പതിഞ്ഞൊരു ചുംബനം നൽകി. ഇരു ചുണ്ടുകളിലും പുഞ്ചിരി വിടർന്നു. മനുവിൻ്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവം നുകർന്നു. പ്രണയം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. പരസ്പരം പറഞ്ഞും പറയാതെയും ഹൃദയങ്ങൾ കൈമാറി. പുണർന്നും ചെറു ചുംബനങ്ങൾ ഇടനെഞ്ചിലും മൂർധാവിലും കൈമാറി അവർ ആ നിമിഷങ്ങളെ സുന്ദരമാക്കി. സച്ചു, നമുക്കെന്നും ഇങ്ങനെ വഴക്ക് കൂടി നടന്നാൽ മതിയോ? ജീവിക്കണ്ടേ നമുക്ക്? സ്നേഹിക്കണ്ടേ പരസ്പരം? പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചവൻ. നമ്മളിപ്പോൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇനി വഴക്കം കൂടില്ല, അപ്പോൾ ഓക്കെ ആയില്ലേ? സച്ചു കുറുമ്പോടെ പറഞ്ഞു. ഓഹ്, ഇതൊരു നടക്കുന്ന പോകുന്ന ലക്ഷണമില്ല. മനു പിറുപിറുത്തു. അതല്ലടി പോത്തെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാ തരത്തിലും സ്നേഹിക്കണ്ടേ? അവസാന വാചകം താളത്തിൽ നീട്ടി ചോദിച്ചവൻ. അതിനാര് പറഞ്ഞു സ്നേഹിക്കണ്ടെന്ന്? ഞാൻ എപ്പോഴേ റെഡിയാ. കണ്ണുകൾ അടച്ചു പറഞ്ഞു തീരുമ്പോഴേക്കും മനു ഞെട്ടലോടെ അവളുടെ ഷോൾഡറിൽ പിടിച്ച് നെഞ്ചിൽ നിന്നുയർത്തി. സത്യാണോ? അമിതാവേശത്തോടെ ചോദിക്കുന്നവനെ നോക്കി നാണത്തോടെ തലയാട്ടി ആ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങിയവൾ. മനുവിന് സന്തോഷം കൊണ്ട് നെഞ്ച് പൊട്ടണ പോലെ തോന്നി. അടക്കി പിടിച്ചിട്ടും നിൽക്കാതെ പൊട്ടി വന്ന പുഞ്ചിരിയാലെ സച്ചുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. കണ്ണുകൾ ചേർന്ന് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് മനു പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. മിഷൻ കംപ്ലീറ്റഡ്. സെൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് നിമിഷങ്ങൾക്കകം ഫ്ലാറ്റിനകത്ത് നിന്നും മെസ്സേജ് ട്യൂൺ കേട്ടു. ആ മെസ്സേജ് വായിക്കുന്ന ഉഡായിപ്പിൻ്റെ ആശാൻ്റെ ചുണ്ടിലുമുണ്ടായിരുന്നു പുഞ്ചിരി. തൻ്റെ 18ാം അടവ് വിജയിച്ച പുഞ്ചിരി. തുടരും. അപ്പോൾ ആ ആശാൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലല്ലേ? നമ്മുടെ സ്വന്തം കിരൺ. എൻ്റെ ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട ചക്കരകളെ. ഞാൻ എല്ലാ ദിവസവും കെഞ്ചുന്നില്ലേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, നമുക്കൊരു1000 ആളെ ആക്കിത്താ പ്ലീസ്. അപ്പോൾ നാളെ വീണ്ടും അടുത്ത പാട്ടുമായി കാണാം. ബൈ ബൈ.